മലയാള സിനിമയെ ലോകത്തിന്റെ നെറുകയിൽ കൊണ്ടുവച്ച സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ്. എന്നിട്ടും സിനിമയുടെ കഥ നമ്മുടെ ഓഡിയൻസിന് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ക്രിറ്റിസിസവും ഉണ്ടായി. ക്രിറ്റിസിസത്തിന്റെ നീണ്ട നിര ഇങ്ങനെയാണ്: പടം വളരെ ബോറാണ്, ഇന്ത്യയുടെ ദാരിദ്ര്യം കാണിച്ചുകൊണ്ടുള്ള സിനിമയാണ്, അവാർഡ് പടമാണ്, ന്യൂഡിറ്റി ഷോയാണ്, ടെക്നിക്കലി പുവറാണ്, വോക്കിസം ക്ലാസിന്റെ മൂവിയാണ്, എന്ത് തേങ്ങയാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ് പല അഭിപ്രായങ്ങളും. ഇങ്ങനെ ക്രിറ്റിസിസം ഉണ്ടായിട്ട് കൂടിയും എത്ര സിമ്പിൾ ആയിട്ടാണ് ആ കഥ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും എന്തേ ഭൂരിപക്ഷം ഓഡിയൻസിന് അത് മനസ്സിലായില്ല. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഇതിന്റെ കഥ എന്താണ്, എന്തുകൊണ്ടാണ് അനു തന്റെ ബോഡി പാർട്സ് പ്രദർശിപ്പിച്ചത്, എന്തുകൊണ്ടാണ് പായൽ കപ്പാടിയ ഈ സിനിമയിൽ ന്യൂഡിറ്റി ഉപയോഗിച്ചത്, എന്തുകൊണ്ടാണ് കനിയുടെ പ്രഭ ഡോക്ടറുടെ പ്രേമം നിരാകരിച്ചത്, പ്രഭയ്ക്ക് ഹസ്ബൻഡിനെ മനസ്സിലായോ അതോ അഭിനയിച്ചതാണോ, പാർവതിയുടെ ദാരിദ്ര്യമാണോ ക്യാൻസൽ ഫെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടാൻ കാര്യം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡീകോഡിംഗ് വീഡിയോ ആണ്. ഈ സിനിമയുടെ മെയിൻ തീം എന്തെന്ന് വെച്ചാൽ 3 ഏജ് ഗ്രൂപ്പുള്ള 3 പെണ്ണുങ്ങളുടെ കഥയാണ്. ഒരാൾ പാസ്റ്റിലും, ഒരാൾ പ്രസന്റിലും, ഒരാൾ ഫ്യൂച്ചറിലും. പാസ്റ്റ് അഭിനയിക്കുന്നത് പാർവതി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ഛായാകഥമാണ്. 50 അല്ലെങ്കിൽ 60 വയസ്സുള്ള പാർവതി എന്ന ക്ലീനർ ഭർത്താവ് മരിച്ചതിന് ശേഷം ജീവിതത്തിന്റെ ഫൈനൽ പീരീഡിലേക്ക് കടക്കുന്ന ഒരു സ്റ്റേജ്. പ്രസന്റ് അവതരിപ്പിക്കുന്നത് പ്രഭയെ അവതരിപ്പിച്ച കനിയാണ്. 35 മുതൽ 40 വയസ്സുള്ള പ്രഭ എന്ന സീനിയർ നഴ്സ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനു ശേഷം ജീവിതത്തിന്റെ മധ്യവയസ്സിൽ നേരിടുന്ന എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സ്റ്റേജാണ്. ഫ്യൂച്ചറിനെ അവതരിപ്പിക്കുന്നത് അനു എന്ന കഥാപാത്രം അവതരിപ്പിച്ച ദിവ്യപ്രഭയാണ്. 20 അല്ലെങ്കിൽ 25 വയസ്സോ ഉള്ള ദിവ്യ എന്ന ജൂനിയർ നഴ്സ് അന്യമതത്തിലുള്ള ഷൈസ് എന്ന മുസ്ലിം പയ്യനുമായിട്ടുള്ള പ്രേമവും യൂത്തിന്റെ ഒരു റിബല്യസ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ. സിനിമയുടെ ആദ്യത്തെ ബ്രില്യൻസ് എന്തെന്ന് വെച്ചാൽ 3 സ്റ്റേജിൽ നിൽക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും 3 തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആ 3 സ്ത്രീകളുടെയും കഥ പ്രീച്ചി അല്ലാത്ത രീതിയിൽ സിനിമയിൽ ഉടനീളം അവതരിപ്പിക്കുന്നുണ്ട്. 3 സ്ത്രീകളും പ്രകാശമെന്ന് വിചാരിച്ച് നടന്നത് വെറും ഒരു ഇല്യൂഷൻ ആണെന്നുള്ള തിരിച്ചറിവാണ് ഈ സിനിമ. ഈ തിരിച്ചറിവ് ആദ്യം ഉണ്ടായത് പാർവതിയിലാണ്. പാർവതിയുടെ പ്രശ്നം സാമ്പത്തികമാണെങ്കിലും അതിന്റെ പ്രകാശവും രക്ഷകനും മുംബൈയിലെ തന്റെ ചെറിയ വീടാണെന്നുള്ള മിഥ്യാധാരണയിൽ ബിൽഡറിനെതിരെ പോരാടി. പാർവതിയുടെ വീടിന്റെ ഡോക്യുമെന്റ്സ് എവിടെയാണെന്ന് പറയാതെ മരണപ്പെട്ടു പോയ ഹസ്ബൻഡും തുടർന്ന് ബിൽഡറിന്റെ ഭീഷണിയിൽ വീട്ടിൽ നിന്ന് ഇറക്കപ്പെടുമെന്നുള്ള ഭീഷണിയും വീടിന്റെ പവർ കട്ടും നേരിടുന്ന പാർവതിയുടെ മുന്നിൽ 3 ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ ഓപ്ഷൻ ബിൽഡർക്കെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് പാർവതി ഉപേക്ഷിക്കുന്നു. കാരണം ഡോക്യുമെന്റ്സ് ഇല്ലാതെ, കയ്യിൽ പണമൊന്നുമില്ലാതെ അത് പറ്റില്ല എന്നൊരു തിരിച്ചറിയൽ പാർവതിക്കുണ്ടാകുന്നു. ജീവിതത്തിന്റെ അവസാന സ്റ്റേജിലേക്ക് കടക്കുന്ന പാർവതി സമാധാനം കൂടെ നഷ്ടപ്പെടുമോ എന്ന് കരുതി അത് ഉപേക്ഷിക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ മുംബൈയിൽ തന്നെ മറ്റൊരിടത്ത് ഒരു മുറി വീടിൽ ഭാര്യയും കുട്ടികളും ഒത്ത് താമസിക്കുന്ന മകന്റെ വീട്ടിൽ പോകുക എന്നുള്ളതാണ്. അതും വേണ്ട എന്ന് തന്നെ പാർവതി നിശ്ചയിക്കുന്നു. കാരണം താൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ തയ്യാറല്ല എന്നതുകൊണ്ട് തന്നെ. മൂന്നാമത്തെ ഓപ്ഷൻ തന്റെ കടലോര ഗ്രാമമായ രത്നഗിരിയിൽ പോകുക എന്നുള്ളതാണ്. ഇത് എല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഈ ഒറ്റ ഫ്രെയിമിൽ നിന്നാണ്. ഈ ഫ്രെയിമിലെ മുംബൈയിലെ മോഡേൺ ബിൽഡിംഗ് നിലനിൽക്കെ തന്നെ തന്റെ പഴയ വീട്ടിൽ നിന്ന് പാർവതി തീരുമാനമെടുക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പായൽ കപ്പാടിയ അതിവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്ത് തേങ്ങയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നവരടുത്ത് അതിനുള്ള മറുപടി കൂടിയാണ് ഈ ഫ്രെയിം. രണ്ടാമത് തിരിച്ചറിവുണ്ടായത് പ്രഭയ്ക്കാണ്. പ്രഭയുടെ പ്രശ്നം ഭർത്താവില്ലാതെ ജീവിക്കുന്ന അവസ്ഥ മൂലം വിവാഹ ജീവിതത്തിലെ സ്നേഹമോ ഇമോഷണൽ കണക്ഷനോ അടുപ്പമോ ബന്ധമോ ഒന്നുമില്ലാത്ത ഏകാന്തമായ ഒരു ജീവിതം. മാത്രവുമല്ല, കരിയറിൽ യാതൊരു പുരോഗതിയുമില്ലാതെ നഴ്സുമാരുടെ വളരെ പാടുള്ള ജോലികൾ ചെയ്ത് ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന അവസ്ഥയാണ് പ്രഭയ്ക്കുണ്ടായിരുന്നത്. പ്രഭയുടെ പ്രകാശമായി കണ്ടത് ഹസ്ബൻഡിന്റെ തിരിച്ചുവരവാണ്. അതുകൊണ്ടാണല്ലോ ഭർത്താവ് അയച്ചത് എന്ന് കരുതുന്ന മിക്സിയും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച ഡോക്ടറിന്റെ പ്രണയം നിരസിക്കാൻ എന്തായിരിക്കും കാരണം? പ്രധാനമായി 3 സാധ്യതകൾ ഉണ്ടാവാം. ഒന്നാമത്തെ സാധ്യത, ഡിപ്രഷനിലേക്ക് പോകുന്ന പ്രഭയ്ക്ക് പ്രണയം ഉണ്ടാകുമോ? രണ്ടാമത്തെ സാധ്യത, ഡോക്ടറുടെ അറ്റൻഷൻ ഇഷ്ടമാണെങ്കിലും പ്രണയം ഉണ്ടാകാൻ തക്ക സ്നേഹം പ്രഭയ്ക്കുണ്ടായിരുന്നു. മൂന്നാമത്തെ സാധ്യത, പ്രകാശമായി കണ്ടിരുന്ന ഭർത്താവിന്റെ തിരിച്ചുവരവ് പ്രഭ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എവിടെയാണ് പ്രഭയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടായത്? രത്നഗിരിയിൽ വന്നതിന് ശേഷം പാർവതിയും അനുവും കുടിച്ചും ഡാൻസ് കളിച്ചും ആഘോഷിക്കുന്നത് പ്രഭയിൽ ഒരു ചെറിയ മാറ്റമുണ്ടായി. പ്രഭയ്ക്ക് കടലിൽ നിന്ന് തിരിച്ചു വന്ന ഹസ്ബൻഡിനെ ആദ്യം മനസ്സിലായോ? അല്ലെങ്കിൽ ഹസ്ബൻഡിനെ മനസ്സിലായെങ്കിലും എന്തിനത് മറച്ചു പിടിച്ചു? ഹസ്ബൻഡ് പറന്നു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതി കാണും. ജർമ്മനിയിലുള്ള ഹസ്ബൻഡ് രത്നഗിരിയിൽ വരാൻ 1,00,000 ചാൻസ് മാത്രമേ ഉള്ളപ്പോൾ എന്തിന് പ്രഭ തന്റെ പ്രകാശമായി കരുതിയ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചു പോന്നു? ഹസ്ബൻഡ് ആ പ്രഭയെ തിരിച്ചു വിളിച്ചുവെങ്കിലും താൻ പാർവതിയിലും അനുവിലും കണ്ട സ്വാതന്ത്ര്യവും സന്തോഷവും, അത് മാത്രവുമല്ല താൻ തന്നെ അനുഭവിച്ച പേഴ്സണൽ ഫ്രീഡവും തന്റെ മനസ്സിന്റെ ആന്തരിക സംഘർഷത്തിനൊടുവിൽ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ വിമോചനം പ്രഭ നേടിയെടുത്തു. അവസാനം തിരിച്ചറിവുണ്ടായത് അനുവിനാണ്. അനുവിന്റെ പ്രധാന പ്രശ്നം തന്റെ ഇന്റർ റിലീജിയൻ ലവ് അഫെയർ മൂലം ലവ് ജിഹാദ് എന്ന ഭയവും, കൂടാതെ കുടുംബത്തിലും സൊസൈറ്റിയിൽ നിന്ന് ഡിസ്ക്രിമിനേഷൻ
റിജക്ഷൻ നേരിടുമോ എന്ന ഭയവുമാണ്. അവളുടെ പ്രകാശം അവളുടെ ആശകളും ആഗ്രഹങ്ങളുമാണ്. കുറെ കൂടി ന്യൂ ജനറേഷൻ റെബൽ ഗേൾ ആയ അനു തനിക്ക് ചുറ്റുമുള്ളവർ ഒരു അമ്മാവൻ ജനറേഷൻ ആണെന്നും തങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല എന്നൊരു മിഥ്യാധാരണയുമാണ്. അതുകൊണ്ട് തന്നെ അമ്മയോട് മാത്രമല്ല കൂടെ താമസിക്കുന്ന പ്രഭയുടെ അടുത്ത് പോലും തന്റെ റിലേഷൻഷിപ്പ് പറയുന്നില്ല. അനു റെബൽ ആയ ഒരു ന്യൂ ജനറേഷൻ ഗേൾ ആണ്. എന്തുകൊണ്ടാണ് പായൽ കപ്പാടിയ ഈ സിനിമയിൽ ന്യൂഡിറ്റി കാണിക്കുന്നത് എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്. അത് ഡയറക്ടറിന്റെ തന്നെ ഒരു ഡെലിബറേറ്റ് പ്രൊവോക്കേറ്റീവ് ആർട്ടിസ്റ്റിക് ചോയ്സ് ആണെന്ന് പറയാം. അതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണം, ഇന്ത്യൻ സിനിമയിലെ സ്ത്രീ ശരീരങ്ങളുടെ ട്രഡീഷണൽ ചിത്രീകരണങ്ങളെ വെല്ലുവിളിക്കുകയും സൊസൈറ്റിയിലെ സദാചാര ബോധത്തെ ചോദ്യം ചെയ്യുകയുമാണ് ഈ സീനിന്റെ ലക്ഷ്യം. ഇവിടെ സ്ത്രീ ശരീരത്തെ സ്വാഭാവികമായി ചിത്രീകരിക്കാനാണ് പായൽ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കാരണം, സ്ത്രീയുടെ സെക്ഷ്വാലിറ്റി, അവരുടെ ബോഡി പാർട്സ് സമൂഹത്തിലെ നാണക്കേടോ കളങ്കമോ ഇല്ലാത്ത മനുഷ്യ അസ്തിത്വത്തിന്റെ സ്വാഭാവികമായും മനോഹരമായ ഭാഗമായാണ് പായൽ അവതരിപ്പിക്കുന്നത്. പ്രണയം, പ്രീ മാരിറ്റൽ സെക്സ്, സെക്ഷൽ ഓർഗൻസിനെ കുറിച്ച് ഒരു സെക്ഷൽ ലിബറൽ കാഴ്ചപ്പാടുള്ള പെൺകുട്ടിയാണ് അനു. അതിന്റെ റെപ്രസെന്റേഷൻ ആണ് അനുവിന്റെ ന്യൂഡിറ്റി. അതുകൊണ്ട് തന്നെ തന്റെ ബോയ് ഫ്രണ്ട് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് അസൂയാണോ എന്ന് അനു കളിയാക്കുന്നത്. സ്ത്രീയുടെ പേഴ്സണൽ ചോയ്സിന്റെ ആദ്യപടി അനു തിരിച്ചറിഞ്ഞത് കേവിനകത്ത് കൊത്തിവെച്ച ആസാദിയിൽ നിന്നാണ്. പ്രഭ തന്റെ പ്രണയം കണ്ടുപിടിക്കുമ്പോൾ അനു സോറി പറയുന്നുണ്ട്. മാത്രവുമല്ല, പ്രഭയും പാർവതിയും അവളുടെ പ്രണയത്തെ അംഗീകരിച്ചപ്പോൾ അനുവിന് വലിയൊരു ആശ്വാസം തോന്നി. അനു സൊസൈറ്റിയുടെയും മറ്റുള്ളവർ തന്നിലുള്ള പ്രതീക്ഷകളെക്കാൾ സ്വന്തം ആഗ്രഹങ്ങൾക്കും സന്തോഷത്തിനും ഓതന്റിസിറ്റിക്കും മുൻഗണന നൽകാൻ അവൾ തീരുമാനിച്ചു. എത്ര ബ്യൂട്ടിഫുൾ ആയാണ്, അല്ലെങ്കിൽ എത്ര പൊയറ്റിക് ആയാണ് പായൽ കപ്പാടിയ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ, പ്രതീക്ഷകളെ, പ്രകാശത്തെ, പരിഹാരത്തെ സ്പൂൺ ഫീഡ് ചെയ്യാതെ അവതരിപ്പിച്ചത്. ഈ സിനിമ കാണേണ്ടത് നമ്മുടെ ഐക്യു വെച്ചല്ല, മറിച്ച് EQ വെച്ചാണ്, അതായത് എംപതി കോഷ്യന്റ് വെച്ച്. ഈ സിനിമയിലെ ഏറ്റവും ബ്രില്യന്റ് പെർഫോമൻസ് കനിയും ഛായ കദമിന്റെയാണ്. അവർക്ക് പല ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. ദിവ്യ പ്രഭയുടെയും ഹൃദുഹരണിന്റെയും പ്രണയരംഗങ്ങൾ ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. അസീസ് നെടുങ്കാടിയുടെ ഡോക്ടർ മനോജും നല്ലതുപോലെ തിളങ്ങി. ഇവർക്ക് ഇനിയും ഒരുപാട് ഇന്റർനാഷണൽ പ്രോജക്ട്സ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഫൈനലി, സല്യൂട്ട് ടു പായൽ കപ്പാടിയ ഫോർ ബ്രിങ്ങിങ് മലയാളം സിനിമ ടു ദ വേൾഡ്.